നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അപൂർവങ്ങളിൽ അപൂർവമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് അബുദാബി വിമാനത്താവളം. ട്രാൻസിറ്റ് വിസയിൽ ദുബായ് വിമാനത്താവളത്തിലെത്തിയ സിറിയൻ വനിത 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ഇനി മടക്കയാത്രയുണ്ടെങ്കിൽ അത് ഒറ്റ പ്രസവത്തിൽ ലഭിച്ച 3 കുഞ്ഞുങ്ങളെയും കൂട്ടിയായിരിക്കുമെന്നും യുവതി പറയുന്നു. ഒമാനിൽ നിന്ന് ബെയ്റൂത്തിലേക്ക് പോകുന്നതിനിടെയാണ് പൂർണ്ണ ഗർഭിണിയായ ഇമാൻ ഉബൈദ് ദുബായ് വിമാനത്താവളത്തിലെത്തിയത്. ഇവരുടെ കൂടെ മറ്റു 3 മക്കളുണ്ടായിരുന്നു. പ്രസവ വേദനയെ തുടർന്ന് അവശയായപ്പോൾ വിമാനത്താവളത്തിൽ അപ്പോഴുണ്ടായിരുന്ന ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് തലവൻ മേജർ മുഹമ്മദ് അഹമ്മദ് അൽ മരിക്കിന് വിവരം ലഭിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് അടിയന്തര പ്രസവ ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ അദ്ദേഹം നിർദ്ദേശം നൽകുകയും ചെയ്തു. അതോടെ ആ ഉമ്മയ്ക്കും 3 കുട്ടികൾക്കും വിസ അനുവദിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അരമണിക്കൂറിനകം വിസയും ചികിത്സാ സൗകര്യങ്ങളും ഒരുങ്ങി. അബുദാബിയിൽ ഈമാന്റെ സഹോദരന്മാർ ഉള്ളതിനാൽ പ്രസവ ചികിത്സ അവിടുത്തെ ആശുപത്രിയിലാക്കി. പ്രസവത്തിൽ ലഭിച്ചത് 2 പെൺകുട്ടികളും 1 ആൺകുട്ടികളും അടക്കം 3 കൺമണികൾ. എല്ലാവർക്കും വിസ ആയതോടെ സ്വദേശത്തേക്കുള്ള മടക്കം ഒഴിവാക്കി UAE തന്നെ കഴിയാനാണ് ഇവരുടെ ആഗ്രഹം. ദുബായ് വഴി സ്വദേശത്തേക്കുള്ള യാത്ര ഇവരുടെ ജീവിതം അടിമുടി മാറ്റിമറിച്ചു. UAE ലോകത്തെ സുസ്ഥിരതയും സുരക്ഷയുമുള്ള രാജ്യമാണ്. ഈ നാട്ടിൽ വസിക്കുക മനുഷ്യരുടെ അഭിലാഷമാണെന്നും ആശുപത്രി കിടക്കയിൽ വെച്ച് ഈമാൻ പറയുന്നു. വിമാനത്താവളത്തിലൂടെ എയർപോർട്ട് ഉദ്യോഗസ്ഥരോടൊപ്പം നടത്തിയ സാധാരണ സന്ദർശനത്തിനിടെയാണ് ഗർഭിണിയുടെ അനാരോഗ്യം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് ഇമിഗ്രേഷൻ ഡയറക്ടർ മേജർ അൽ മരി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടിയാണ് 3 മക്കൾക്കും അവർക്കും താമസ വിസ നൽകിയതെന്നും അദ്ദേഹം പറയുന്നു. ഈ രാജ്യത്ത് ഭരണാധികാരികളോടുള്ള കടപ്പാടിൽ 2 പെൺകുട്ടികൾക്കും ഈമാൻ പേരിട്ടത് മഹ്റ, മെയ്സ എന്നിങ്ങനെയാണ്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മക്കളുടെ പേര്. UAE വിദേശകാര്യ മന്ത്രി അബ്ദുൽ ബൻ സായിദ് അൽ നഹ്യാനോടുള്ള ആദരവിൽ ആൺകുഞ്ഞിന് അബ്ദുള്ള എന്നും പേരിട്ടിരിക്കുന്നു.